വിന്റർ സീസൺ ആരംഭിക്കുന്ന ഒമാനിൽ ഇനി ടെന്റുകളുടെ സമയമാണ്. മരുഭൂമികളിൽ ഉൾപ്പെടെ ടെന്റുകളിൽ രാത്രി ചെലവഴിക്കാൻ പ്രവാസികളും സ്വദേശികളും തയ്യാറെടുത്തു തുടങ്ങി. എന്നാൽ മസ്കറ്റ് ഗവർണറേറ്റിൽ ഇങ്ങനെ ക്യാമ്പിംഗിന് ഇറങ്ങുന്നവർക്ക് മുനിസിപ്പാലിറ്റി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്ക് പിഴയും ലഭിക്കും. മസ്കത്ത് ഗവർണറേറ്റ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണം ക്യാമ്പ് ഒരുക്കേണ്ടത്. ആരോഗ്യം, പരിസ്ഥിതി, സുരക്ഷ, നഗരത്തിന്റെ സൗന്ദര്യം സംരക്ഷിക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ആവശ്യമായ പെർമിറ്റ് നേടിയ ശേഷം മാത്രമേ നിയുക്ത പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യാനാവൂ. ഓരോ ക്യാമ്പ് സൈറ്റിനും 5 മീറ്റർ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചിൽ നിന്ന് 10 മീറ്റർ അകലവും വേണം. ക്യാമ്പിംഗ് സൈറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സൈറ്റുകളിൽ നിന്നും സുരക്ഷാ നിരോധിത സൈറ്റുകളിൽ നിന്നും അകലെയായിരിക്കണം. ലഭിച്ച ലൈസൻസ് നമ്പർ ടെന്റിന്റെ മുൻവശത്ത് പ്രദർശിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ലൈസൻസി അല്ലാത്ത മറ്റൊരാൾക്ക് ലൈസൻസ് കൈമാറാൻ പാടില്ല. സൈറ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഒരു തരത്തിലുള്ള നിരപ്പാക്കൽ അനുവദിക്കില്ലെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി പറയുന്നുണ്ട്. മാലിന്യങ്ങൾ കത്തിക്കുന്നതോ കുഴിച്ചിടുകയോ ചെയ്യരുത്. സൗണ്ട് പ്രൂഫ് ജനറേറ്ററുകൾ മാത്രമേ അനുവദിക്കൂ. ശബ്ദമുള്ള ജനറേറ്ററുകൾ അനുവദനീയമല്ല തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങളായി മുനിസിപ്പാലിറ്റി പറയുന്നത്. മീഡിയ 1 മസ്കത്ത്.